ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 12.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റേച്ചൽ, ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, was asked to make a model shaped like a cylinder with two cones attached at its two ends by using a thin aluminum sheet. അപ്പോൾ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ ഇവിടെ എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഒരു മോഡൽ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ലൈക്ക് എ സിലിണ്ടർ വിത്ത് ടു കോൺസ് അറ്റാച്ച്ഡ് അറ്റ് ഇറ്റ്സ് ടു എൻഡ്സ്. സിലിണ്ടറിൻ്റെ രണ്ട് സൈഡുകളിലും രണ്ട് കോൺസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ്, ആ ഷേപ്പിലുള്ളൊരു മോഡലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തുപയോഗിച്ചാണ്? അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ച്. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഇങ്ങനെയാണ് ഷേപ്പ്. ദ ഡയമീറ്റർ ഓഫ് ദി മോഡൽ ഈസ് 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഈ മോഡലിൻ്റെ ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ മെഷർമെൻറ്റ് ഇത് തന്നെയാണ് 3 സെൻറ്റിമീറ്റർ. ഇതും 3 സെൻറ്റിമീറ്റർ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ. അതായത് ഈ മോഡലിൻ്റെ ടോട്ടൽ ലെങ്ത് 12 സെൻറ്റിമീറ്റർ ആണ്. ഈച്ച് കോൺ ഹാസ് എ ഹൈറ്റ് ഓഫ് 2 സെൻറ്റിമീറ്റർ. ഈ ഓരോ കോണിനും ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ 2 സെൻറ്റിമീറ്റർ ആണ്. ഇതും 2 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ that Rachel made. Assume the outer and the inner dimension of the model to be nearly the same. അപ്പോൾ ഔട്ടർ ഡയമെൻഷനും ഇന്നർ ഡയമെൻഷനും ഏകദേശം സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മോഡലിനകത്ത് കൊള്ളുന്ന എയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ മോഡലിൻ്റെ ടോട്ടൽ ലെങ്ത് 12 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ സിലിണ്ടറിൻ്റെ വോളിയം പ്ലസ് വോളിയം ഓഫ് 2 കോൺസ്, 2 കോണുകളുടെ വോളിയവും ഈ സിലിണ്ടറിൻ്റെ വോളിയവും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ സോളിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ആ സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൊള്ളുന്ന എയറിൻ്റെ വോളിയം നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? πr²h. അപ്പോൾ ഇവിടെ നമുക്ക് R നമുക്ക് അറിയാം, ഡയമീറ്റർ അറിയാം, 3 ആണ് എന്നറിയാം അല്ലേ. അപ്പോൾ R നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പിന്നെന്തറിയാം? ഹൈറ്റ് നമുക്ക് വേണം. സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് ഈ 2 സൈഡിലെ കോണിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുന്നതാണ്? സബ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെതും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ടൊന്ന് എഴുതാം. ആദ്യം കോണിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? 3/2, ദാറ്റ് ഈസ് 1.5 സെൻറ്റിമീറ്റർ. പിന്നെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ, റേഡിയസ് അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയായിരിക്കും? കോണിൻ്റെത് നമ്മൾ h എന്നെടുത്തു, അതുകൊണ്ട് നമുക്ക് സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് h' എന്നെടുക്കാം കേട്ടോ. h' എന്ത് വരും? ഈ മോഡലിൻ്റെ ടോട്ടൽ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 12 ആണ്. ആ 12-ൽ നിന്ന് ഈ 2 കോണുകളുടെ ഹൈറ്റ് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 12-ൽ നിന്ന് എത്ര സബ്ട്രാക്റ്റ് ചെയ്യണം? 2 + 2 4 സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് വോളിയം ഓഫ് സോളിഡ് കണ്ടുപിടിക്കാമല്ലോ. വോളിയം ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് ഇവിടെ നമുക്ക് 2 കോണുകൾക്കും സെയിം ഡയമീറ്ററും ഹൈറ്റുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒരേ മെഷർമെൻറ്റിലുള്ളതാണ്. അപ്പോൾ 2 × വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് πr²h ആണ്. അപ്പോൾ നമ്മൾ എച്ചിന് പകരം ഇവിടെ h' എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് h' എന്നിട്ട് കൊടുക്കാം. പ്ലസ് 2 × കോണിൻ്റെ വോളിയം എന്താണ്? 1/3 πr²
എച്ച്. ഇവിടെ ഹൈറ്റ് രണ്ടിനും ഡിഫറൻ്റ് ആണ്. അപ്പോൾ എച്ച് കോമൺ എടുക്കാൻ പറ്റില്ല കേട്ടല്ലോ. ഹൈറ്റ് ഒരേപോലെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കോമൺ എടുക്കാൻ പറ്റൂ. ഇവിടെ ഒരു ഹൈറ്റ് 2ഉം ഒരു ഹൈറ്റ് 8ഉമാണ്. അതുകൊണ്ട് നമുക്ക് കോമൺ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ റേഡിയസ് രണ്ടിടത്തും 1.5 ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 6 നമുക്ക് കോമൺ എടുക്കാം. പിന്നെ നമുക്ക് പൈയും കോമൺ എടുക്കാം. അപ്പോൾ എന്തൊക്കെ വെളിയിലെടുക്കാം? പൈ r² നമുക്ക് വെളിയിലെടുക്കാം. ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെ വരും? h ഡാഷ് പ്ലസ് 2 × 1/3 ഈസ് 2/3. ഇവിടുന്ന് പൈ r² വെളിയിലെടുത്തു, ബാക്കി h. ഇനി നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇസ് ഇക്വൽ ടു പൈക്ക് നമുക്ക് 22/7 ഇൻറ്റു r എത്രയാണ്? 1.5 സ്ക്വയർ ഇൻറ്റു h ഡാഷ് ഈസ് 8 പ്ലസ് 2/3 ഇൻറ്റു h ഈസ് 2 ഇസ് ഇക്വൽ ടു 22/7 ഇൻറ്റു 15 ഇൻറ്റു 15 ഈസ് 225 എന്ന് വരും. അപ്പോൾ ഇവിടെ സ്ക്വയർ ആണ്. 1.5 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 1.5 ഇൻറ്റു 1.5 ആണ്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. അതുകൊണ്ട് 2.25 എന്ന് വരും. 1.5 സ്ക്വയർ ചെയ്താൽ 2.25 എന്ന് വരും. ഇൻറ്റു 8 പ്ലസ് 2 2s are 4. 4/3 is equal to 22/7 ഇൻറ്റു 2.25 ഇൻറ്റു ഇവിടെ നമുക്ക് എൽസിയം എടുക്കണം അല്ലേ. അപ്പോൾ 3 is the LCM. അപ്പോൾ ഇവിടെ 3 8/1 എന്ന് എടുക്കാം. ഇവിടെ ഡിനോമിനേറ്ററിൽ 3 വരണേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 3s are 24 പ്ലസ് 4/3 is equal to 22/7 ഇൻറ്റു 2.25 ഇൻറ്റു 28/3. ഇവിടെ നമുക്ക് 7ഉം 28ഉം കൂടെ കട്ട് ചെയ്യാം. ഇവിടെ 4 വരും. ഇവിടെ 3 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 7.5 എന്ന് വരും. 7.5. ഇനി നമുക്കിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. ഇസ് ഇക്വൽ ടു 22 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് 88 കിട്ടും. ഇൻറ്റു 7.5, അതായത് 75 കൊണ്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുക്കാം. 8 5s are 40. 8 5s are 40 plus 4 44. 7 into 8 56. 56 plus 5 61. 0 0 4 5 6 6. അപ്പോൾ 6600 എന്ന് കിട്ടി. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്. സോറി, ഇവിടെ 7.5 അല്ല കേട്ടോ. ഇവിടെ 3 കൊണ്ട് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ 0.75 ആണ് കേട്ടോ. 0.75. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളിവിടെ പോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ 66 എന്ന് നമുക്ക് കിട്ടി. 66 സെൻറ്റിമീറ്റർ ക്യൂബ്. വോളിയം ആയതുകൊണ്ട് ക്യൂബാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്? ഫൈൻഡ് ദ വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ. അപ്പം വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ ദ മോഡൽ ഈസ് ഈക്വൽ ടു 66 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഈ ഒരു സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന എയറിൻ്റെ വോളിയം നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.